ഹലോ ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. അങ്ങനെ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾ സെമസ്റ്റർ 4ലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞു. സോ പുതിയൊരു സബ്ജക്ട് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. വളരെ ചെറിയൊരു പാർട്ടാണ് ഇന്നത്തെ ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സുമായി ജോയിൻ ചെയ്തു പോയ പലർക്കും എന്നെ നേരത്തെ അറിയുന്നവരുണ്ടാവാം. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി സബ്ജക്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തായിരുന്നു. ഡെഫിനറ്റ്ലി അറൌണ്ട് 95% ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രാഷിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ചില വാല്യൂസ് ചേഞ്ച് ചില പ്രോബ്ലത്തിന് ഉണ്ടായിരുന്നു. അത്രയും എളുപ്പമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് പലരുടെ അടുത്ത് കേട്ടപ്പോഴും അവർ വരെ അത്ഭുതപ്പെട്ടു. കാരണം അത്രയും എളുപ്പത്തിലായിരുന്നു ക്വസ്റ്റ്യൻസ് അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക്, പുതിയതായിട്ട് എൻറോൾ ചെയ്തവർക്ക്, ഞാൻ ഓൾറെഡി എൻറോൾ ചെയ്തവർക്ക് അറിയില്ലെങ്കിൽ കൂടെ എൻ്റെ പേര് ഫസ്ലുദ്ദീൻ. അപ്പൊ എനിക്ക് ഇപ്രാവശ്യം ഹാൻഡിൽ ചെയ്യാൻ കിട്ടിയ സബ്ജക്ട് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ആണ്. എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് S4-ൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പഠിക്കാനുള്ള സബ്ജക്ട്സുകളാണ് ഒക്കെ നല്ല കട്ട സബ്ജക്റ്റാണ്, കട്ട വെയിറ്റ് ഉള്ള സബ്ജക്റ്റുകളാണ്, നല്ല ടഫ് സബ്ജക്റ്റുകളാണ്. അതിൽ ഏറ്റവും പരമപ്രധാനം, ചിലർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരിക ചിലപ്പോൾ മാത്സും ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മുടെയൊക്കെ ഇവിടെ ക്ലാസ്സിൽ പോകുന്ന പല കുട്ടികൾക്കും വളരെ എളുപ്പമായിട്ട് വരുന്നുണ്ട്. സീക്വൻസ് ആയിട്ടുള്ള റിവിഷൻസും മോഡൽ എക്സാംസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് വളരെ എളുപ്പം വരുന്നു. പക്ഷെ നോർമലി ഞാൻ പൊതുവെ കോളേജിലൊക്കെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ട് മാത്സ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കോർ സബ്ജക്റ്റ് ഒക്കെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്ന ടൈമാണ്. നമ്മൾ ഈ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ പല ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പൊ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അറിയാത്ത കോളേജ്, അറിയാത്ത കുറെ കൂട്ടുകാര്, ഇവരൊക്കെ പഠിക്കുന്നതാണോ, നമ്മളൊന്ന് മിങ്കിൾ ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ കുറച്ചൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, എക്സാമിന് പറ്റ മാർക്ക് പോയ നാണക്കേടാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടാവും. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്ക് മൊത്തത്തിൽ ട്രാക്ക് മാറും. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്ക് പൊതുവെ അത് പറയുകയാണെങ്കിൽ ഒരു ഒരു 1-2 മണിക്കൂറിനനുസരിച്ച് പറയാനുള്ള കാര്യങ്ങളുണ്ട്. പൊതുവെ സെക്കൻഡ് ഇയർ ആയി കഴിയുമ്പോഴുള്ള ഒരു എഞ്ചിനീയറിംഗിന്റെ സ്റ്റുഡന്റിന്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് ഇയർ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ ഇങ്ങനെയൊക്കെ തപ്പിത്തടഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടാവും. സെക്കൻഡ് ഇയർ ആകുമ്പോൾ എങ്ങനെ ഒരു കൂപ്പുകുത്തലായിരിക്കും. ഓക്കെ, പഠിത്തത്തിന്റെ കാര്യത്തിൽ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്, പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. എന്റെ മനസ്സിലൂടെ പല ഫാക്ടേഴ്സും ചിലരുടെ ജീവിതാനുഭവങ്ങൾ പെട്ടെന്ന് വന്നുപോയി. അത് ഞാൻ പെട്ടെന്ന് അതുകൊണ്ടായിരുന്നു ചിരിച്ചത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം, അവരവര് ഇമ്പാക്ട് ചെയ്യുന്ന ലൈഫ് മാറ്റം തന്നെ ഉണ്ടാവും. സോ പറഞ്ഞു വരുന്നത്, ഈ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ആകുമ്പോഴേക്ക് പലരും ഇങ്ങനെ മുങ്ങിത്തപ്പി, ഒന്ന് പൊങ്ങി പിന്നെയും താഴ്ന്ന് പിന്നെയും മുങ്ങിത്തപ്പി എങ്ങനെയൊക്കെയോ കേറി, പിന്നെ ഒരു ഫോർത്ത് ഇയർ ഫൈനൽ S6 S7 S8 ഒക്കെ എത്തുമ്പോഴാണ് ഒന്ന് സ്റ്റേബിൾ ആവുക. ഈ നമ്മൾ ഏറ്റവും ട്രാക്ക് തെറ്റിയിരിക്കുന്ന ടൈം ആയിരിക്കും S3 S4 S5. ചിലര് S6ഉം ട്രാക്ക് തെറ്റിണ്ടാവും. S7 ആകുമ്പോഴേക്ക് കുറച്ച് ബോധം വരും. കാരണം അപ്പോഴേക്ക് ഒരു പേടി വരും. അയ്യോ, നാട്ടുകാർ ചോദിക്കും, ഇനി എന്താ ചെയ്യാ, ജോലി എന്താ, ഇനി എന്താ പ്ലാൻ എന്ന് വെക്കുമ്പോൾ നമ്മള് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഈ S3 S4 ടൈമിലൊന്നും നമ്മളൊന്നും ട്രാക്കിലെ ചിലരുണ്ടാവില്ല. അവിടെയുള്ള വലിയൊരു ഫോൾട്ട് എന്താ വെച്ചാൽ, നമ്മുടെ പല കോമ്പറ്റീറ്റീവ് എക്സാംസിനും വരുന്ന ചോദ്യങ്ങൾ, വരുന്ന സബ്ജക്റ്റുകൾ ഈ S3 S4 S5 വരുന്ന സബ്ജക്റ്റുകളാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഗേറ്റ് എക്സാം എടുത്ത് നോക്കിക്കോ, നിങ്ങൾ കേരള PSCയുടെ എക്സാംസ് എടുത്ത് നോക്കിക്കോ, നിങ്ങൾ ഏത് മറ്റേ PSUസിന്റെ എക്സാംസ്, ISROയുടെ എക്സാംസ് എടുത്ത് നോക്കിക്കോ, അതല്ല നിങ്ങൾ ബേലിന്റെ എക്സാംസ് എടുത്ത് നോക്കിക്കോ, ബെല്ലിന്റെ എക്സാംസ് എടുത്ത് നോക്കിക്കോ, എവിടെ സബ്ജക്റ്റുകൾ എടുത്താലും ഇപ്പൊ മെക്കാനിക്കലിന്റെ കോർ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളൊക്കെ, ഈവൻ മാത്സിന്റെ കണ്ടന്റ് വരെ വരുന്ന സിലബസ് വരുന്നത് വരെ നമ്മുടെ S3 S4 S5 വരുന്ന കണ്ടന്റുകളാണ് നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന് വരിക. അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ ട്രാക്ക് തെറ്റിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റുകൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു ഡിഫിക്കൽട്ട് സബ്ജക്ട്, ഞാൻ നിങ്ങളുടെ മൊറയിലെ കുറയ്ക്കാനോ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ പറയില്ല, ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. ഡിഫിക്കൽട്ട് എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇത് മനസ്സറിഞ്ഞിരുന്ന് ഒരു കൃത്യമായിട്ടൊരു സ്റ്റാഫ് കാര്യങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ച് തന്നാൽ നല്ല രസത്തിൽ പഠിക്കാൻ പറ്റും. അതേസമയം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ AK-47 വെടി ഉതിർക്കുന്ന മാതിരി ഇരിക്കും. കാരണം എന്നാലും തീരൂല, അത്രക്കും പറയാനുണ്ടാവും, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവും.
അപ്പൊ ഇത് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇതിന്റെ ഡിഫിക്കൽട്ടിനെസ് എവിടെയാന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി എക്സാമിനാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടി ഒന്നുമല്ല, പേപ്പർ ഇവാലുവേഷൻ. പേപ്പർ ഇവാലുവേഷൻ യൂണിവേഴ്സിറ്റി എക്സാമിന് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ആണ്. ഒരു സംശയം അതിൽ വേണ്ട, ഒരു സംശയം അതിൽ വേണ്ട. വാലുവേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്റ്റുകളൊക്കെ എടുത്തു നോക്കിയാൽ പാസ് പെർസെൻറ്റേജ് കുറവ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താ കാരണം എന്ന് വെച്ചാൽ പലരും ആ ഒരു കോളേജ് ലൈഫിന്റെ നേരത്തെ, ഇപ്പൊ പ്രത്യേകിച്ച് S4 നിങ്ങൾക്ക് വെറും തെർമോഡൈനാമിക്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഇതോടൊപ്പം വേറെയും ടൈറ്റ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മാത്തമാറ്റിക്സ് പോലത്തെ സബ്ജക്ട് ഉണ്ട്, തെർമോഡൈനാമിക്സ് അല്ലാതെ പിന്നെ S4 ഏതൊക്കെയായിരുന്നു? പണ്ട് ഫ്ലൂയിഡ് മെഷീനറി പറഞ്ഞ സബ്ജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ ഒഴിവാക്കി. ഇപ്പൊ അതിന് ആൾട്ടർ ചെയ്തിട്ട് വന്ന സബ്ജക്ട് ഏതാന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും പഠിക്കാനുള്ള കണ്ടന്റ് കുറെ ഉണ്ട്. ഡിഫിക്കൽട്ട് അല്ല പഠിക്കാൻ എളുപ്പമാണ്, ഡിഫിക്കൽട്ടേ അല്ല. പക്ഷെ പേപ്പർ വാലുവേഷൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. മറ്റേത് നിങ്ങൾ ഹറിബറിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി പോയാൽ ചിലപ്പോൾ ചില ആൾക്കാർ സ്റ്റാഫുകളൊക്കെ മാർക്ക് തരും. തെർമോഡൈനാമിക്സിന് ആ പരിപാടി നടക്കാറില്ല സാധാരണഗതിയിൽ. അപ്പൊ വാലുവേഷൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് ചിലപ്പോൾ തോൽക്കുന്ന ഒരു ഇഷ്യൂ വരുന്നത്. പക്ഷെ നമുക്ക് വാലുവേഷൻ സ്ട്രിക്റ്റ് ആയാലും അല്ലെങ്കിലും നമുക്ക് സബ്ജക്റ്റ് പാസ്സാവുക, സബ്ജക്റ്റ് പാസ്സാവുന്നതിനപ്പുറം സബ്ജക്റ്റിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക എന്നതാണ് മെയിൻ പ്രധാനം. ആ കണ്ടന്റ് മനസ്സിലാക്കിയാൽ തന്നെ പാസ്സാവാൻ പറ്റും. വാലുവേഷൻ നമുക്ക് സ്ട്രിക്റ്റ് ആകുമ്പോൾ നമ്മളെ സ്റ്റുഡൻസിന്, അതായത് ഫ്രാങ്ക്ലിനിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആയ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗ്രേഡ് ചേഞ്ച് ആണ്. ചിലപ്പോൾ A ഗ്രേഡ് കിട്ടണം, നിങ്ങൾക്ക് ചിലപ്പോൾ B ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ S ഗ്രേഡ് പ്രതീക്ഷിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ഒരു A ഗ്രേഡ് ആയിരിക്കും കിട്ടുക. ആ ഒരു സ്റ്റാഫ് ചിലപ്പോൾ വാലുവേഷൻ കുറച്ച് സ്ട്രിക്റ്റ് ആക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം നമ്മൾ അവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന രീതിയിലും നമ്മുടെ ക്രാഷും കൂടെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. ഓക്കെ, ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ബിലീവ് മീ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന നിലയിൽ നിങ്ങൾ എവിടെ പോയാലും ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതിയാലും, പ്രൊവൈഡഡ് മെക്കാനിക്കൽ ടെക്നിക്കൽ, ഓക്കെ, ആ ടെക്നിക്കൽ എക്സാംസ് എവിടെ പോയി നിങ്ങൾ മെക്കാനിക്കൽ എഴുതിയോ അവിടെ ഒക്കെ സിലബസിൽ തെർമോഡൈനാമിക്സ് ഉണ്ടായിരിക്കും. ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ +2ലും +1ലും പഠിച്ച തെർമോഡൈനാമിക്സ് അല്ല, ഇത് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ എഞ്ചിനീയറിംഗ് ലെവലിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ എന്താണ് ഈ സബ്ജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ അതിന്റെ ഒരു ഔട്ട്ലൈൻ തരിക എന്ന് മാത്രം. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കോഡ് PCMET 403. ഈവൻ ആയതുകൊണ്ടാണ്, S4 ആയതുകൊണ്ടാണ് 4 തേർഡ് സബ്ജക്ട് മാത്സ് കഴിഞ്ഞിട്ടുള്ള കോഴ്സ് കോഡാണെന്ന് തോന്നുന്നു നമ്മുടെ തെർമോഡൈനാമിക്സ്. നമുക്ക് 4 ഹവർ ആണ് പൊതുവെ. നിങ്ങൾ ടൈം ടേബിൾ നിങ്ങളുടെ കോളേജിൽ 6 പീരീഡോ 7 പീരീഡോ ആണെങ്കിൽ കുറഞ്ഞത് 4 ഹവറെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് വേണം. അതായത് 3 ഹവർ തിയറി എടുക്കാനും 1 ഹവർ ട്യൂട്ടോറിയൽ. ഇവർ ഈ പറഞ്ഞ കണക്ക് പ്രകാരം ഒന്ന് പോയാൽ നമ്മുടെ തെർമോഡൈനാമിക്സ് സബ്ജക്റ്റ് ഒന്നും തീരില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് ക്രെഡിറ്റ് 4 ക്രെഡിറ്റ് ആണ്, ടോപ്പ് ക്രെഡിറ്റ് ആണ്. എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ഉണ്ട്. പ്രീ റെക്വിസിറ്റ് നൺ. പ്രീ റെക്വിസിറ്റ് പറഞ്ഞാൽ ഈ സബ്ജക്ട് മനസ്സിലാക്കണമെങ്കിൽ മുന്നേ ഏതെങ്കിലും സബ്ജക്ട് നന്നായിട്ട് മനസ്സിലായാലേ ഇത് മനസ്സിലാവൂ എന്നില്ല. അങ്ങനെ ഒന്നുമില്ല, നിങ്ങളിത് ഫ്രഷ് സ്റ്റാർട്ടാണ്. ചില സബ്ജക്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് S6ലാണ് അത് പഠിക്കാനുള്ളത്. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ് S4ലുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് പ്രോസസ്സ് മനസ്സിലാവുള്ളൂ. അപ്പൊ പ്രീ റെക്വിസിറ്റ് ആയിട്ട് ഇതിനങ്ങനെ പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഒന്നുമില്ല, ഇന്നത് പഠിച്ചു കഴിഞ്ഞാലേ ഇത് പഠിക്കാൻ പറ്റുമെന്നില്ല. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പഠിക്കാം. ഇന്റേണൽ മാർക്സ്, ഇന്റേണൽ മാർക്സ് 40 മാർക്സ് ഇന്റേണൽ ആണ്. ഇത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ സ്റ്റാഫ് ഇട്ട് തരുന്ന മാർക്കാണ്. സ്റ്റാഫ് ഇട്ട് തരുന്ന മാർക്ക് എന്നല്ല പറയേണ്ടത്, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മാർക്ക്. നിങ്ങൾ സീരീസിന് എങ്ങനെ പെർഫോം ചെയ്യുന്നോ, നിങ്ങൾ എങ്ങനെ അസൈൻമെന്റ് ചെയ്യുന്നോ, നിങ്ങൾ ക്ലാസ്സിൽ റെഗുലർ ആണോ, അവിടെയാണ് നിങ്ങളുടെ 40 മാർക്സ് കിട്ടുക. ഓക്കെ, എൻഡ് സെമസ്റ്റർ എക്സാം മാർക്സ് ആണ് എന്ത്? 60 മാർക്സ്, 60 മാർക്കാണ്. യൂണിവേഴ്സിറ്റിക്കുള്ള മാർക്ക് 60 മാർക്കാണ്. യൂണിവേഴ്സിറ്റിയുടെ എക്സാം ടൈം എന്ന് പറയുന്നത്
2.5 മണിക്കൂറാണ്. 3 മണിക്കൂറുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ 2.5 മണിക്കൂറാക്കി. കോഴ്സ് ടൈപ്പ് തിയറിയാണ്, പ്രാക്ടിക്കൽ അല്ല, ഇത് സബ്ജക്ട് തിയറി തന്നെയാണ്. ക്ലിയർ? അപ്പൊ 60 + 40 100 മാർക്സ്. 60 + 40 ടോട്ടൽ 100 മാർക്സ് ആണ്. നിങ്ങൾ പാസ് ആവണമെങ്കിൽ 100ൽ 50 വേണം. നിങ്ങൾ പാസ് ആവണമെങ്കിൽ 100ൽ 50 വേണം. ആൻഡ് 60യുടെ 40% 24. എൻഡ് സെമസ്റ്റർ എക്സാമിൽ 60ൽ 24 മാർക്ക് കിട്ടിയിരിക്കും. അതായത് 40% മാർക്ക് കിട്ടിയാലേ പാസ്സാവൂ. അതോടൊപ്പം ടോട്ടൽ മാർക്ക് 100ൽ 50 വേണം. അതായത് ഇന്റേണൽ 40ൽ എത്ര വേണം മക്കളെ? 26 മാർക്ക് സേഫ് മാർക്കാണ്. ഇന്റേണൽ മാർക്ക് സേഫ് മാർക്കാണ് 26. നിങ്ങൾ 26 മാർക്കിനെക്കാട്ടിലും കുറവ് മേടിച്ചാൽ എത്രയാണോ കുറയുന്നത് അത് ഇത്രയും ഇവിടെ കൂടണം. നിങ്ങൾ 26നെക്കാട്ടിലും എത്ര കൂടുതൽ മേടിച്ചാലും ഇവിടെ 24 തന്നെ വേണം. അതായത് ടോട്ടൽ വരുമ്പോൾ 50ഉം എൻഡ് സെമസ്റ്റർ എക്സാമിൽ 40% ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്ജക്ട് പാസ്സാവും. ഇന്റേണൽ നിങ്ങൾക്ക് ഇനി ഇവിടെ 0 കിട്ടിയാലും പ്രശ്നമല്ല, 60ൽ 50 നേടിയാൽ മതി, നിങ്ങൾക്ക് പാസ്സാവും. നിങ്ങൾ നോക്കിയേ, ഇന്റേണൽ എക്സ്റ്റേണൽ എക്സാമിനെക്കാട്ടിലും കൂടുതൽ മാർക്ക് ഇന്റേണൽ സേഫ് ആക്കാനുണ്ട്. പക്ഷെ ഇന്റേണലിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങൾ ഗ്രേഡ് എസ് ഗ്രേഡും എ ഗ്രേഡ് ബി ഗ്രേഡ് നല്ല ഗ്രേഡ് നോക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ ഈ ഇന്റേണൽ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ കൺസേണിങ് ആണ്. കാരണം അവിടെ 40ന്റെ മുകളിൽ 40ൽ നിങ്ങൾക്ക് 30യോ 35ന്റെ മുകളിലോ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. എന്നാൽ നിങ്ങൾക്ക് നല്ല ഗ്രേഡ് ആയിരിക്കും. യൂണിവേഴ്സിറ്റി പേപ്പർ വാല്യുവേഷൻ വിൽ ബി എ ബിറ്റ് ടൈറ്റർ. കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കും നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നന്നായി പഠിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു 45 അല്ലെങ്കിൽ 50ന്റെ ഇടയിലൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ 55ഉം 60 ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇന്റേണൽസ് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യുക. എന്നാലാണ് നിങ്ങളുടെ ഗ്രേഡ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉള്ളത്. ക്ലിയർ? ഇനി എങ്ങനെയാണ് ആ 40 മാർക്കിന്റെ വേരിയേഷൻ നോക്കിയേ. അറ്റൻഡൻസിന് 5 മാർക്ക്. ഈ 5 മാർക്ക് യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90% എബവ് ഉണ്ടെങ്കിൽ 5 മാർക്കും, അതല്ല 85% മുകളിലുണ്ടെങ്കിൽ 5 മാർക്ക്. പിന്നെ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ തോന്നണ പോലെയല്ല, അതിന് കൃത്യമായ ഒരു കണക്ക് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചാ മാർക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാ പീരീഡും നിങ്ങൾ ക്ലാസ് കോളേജിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, ഒരു 1-2 ക്ലാസ് പോയി വിചാരിച്ച് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഈ 5 മാർക്ക് വെറുതെ കിട്ടുന്നതാണ്. ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിയാലും ശരി നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. അത് നമ്മുടെ ലൈവ് ക്ലാസ് ഇരുന്നാൽ ഈ 5 മാർക്ക് കിട്ടൂല. ക്ലിയർ? അപ്പൊ അവിടെ ഉള്ള സ്റ്റാഫിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ അവിടെയും ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾ ഇരിക്കുക. പിന്നെ 15 മാർക്ക് പ്രൊജക്ട് മാത്രമല്ല, പ്രൊജക്ട് ഓർ അസൈൻമെന്റും വരുന്നുണ്ട്. പൊതുവെ കോളേജുകളിലെല്ലാം നമ്മളെല്ലാവരും ചെയ്യുന്നത് അസൈൻമെന്റ് എഴുതാനാണ് ചെയ്യുക. കാരണം അതാണ് എളുപ്പപ്പണി. കാരണം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു പഠിപ്പിസ്റ്റ് ഒരാൾ എഴുതും, ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ കോപ്പി അടിക്കും. മടിയന്മാരായ മാഷന്മാരാണെങ്കിൽ എന്താ ചെയ്യുക? സബ്മിറ്റ് ചെയ്ത എല്ലാവർക്കും എന്ത് ചെയ്യും? ആ 15 കൊടുക്കും. കാരണം ഇവിടെ സ്ട്രിക്റ്റ് ആക്കാൻ നിന്നാല് വേറൊരു പ്രശ്നമുണ്ട്. കാരണം യൂണിവേഴ്സിറ്റി പാസ്സാവാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ പലരും എന്ത് ചെയ്യും? പേരിനൊരു അസൈൻമെന്റ് കൊടുത്തിട്ട് അത് തന്നെ 15 മാർക്ക് ഇടും. അത് നിങ്ങളുടെ കോളേജിൽ എങ്ങനെയാണെന്നുള്ളത് അതിപ്പോ ഞാൻ അതിനെ വാലിഡേറ്റ് ചെയ്യാനോ പറയാനോ അതിന്മേലൊരു അഭിപ്രായം പറയാനോ അല്ല. ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാല് ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്രൊജക്റ്റ് അല്ല, മിനി പ്രൊജക്ട് എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അതായത് നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു 10, 20, 30 പേജുള്ള അസൈൻമെന്റ് എഴുതുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ മെനക്കെട്ടാൽ ഒരു ചെറിയ പ്രൊജക്ട് തെർമോഡൈനാമിക്സിലെ ഏതെങ്കിലും മോഡ്യൂൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതിയാവും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ വെറുതെ കയറി പ്രൊജക്ട് എടുക്കാതെ നിങ്ങൾ ആദ്യം ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ചെറിയ എന്തെങ്കിലും പ്രൊജക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇരുന്ന് 2ഉം 3ഉം ഒരുപാട് ഒരു 20 പേജും 25 പേജും ഇത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണ് ഒരു ചെറിയ പ്രൊജക്ട് ചെയ്യുക. ആ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ നോട്ടീസ് ചെയ്യും സ്റ്റാഫ്. നിങ്ങൾക്ക് അതിനനുസരിച്ച് നല്ല മാർക്ക് തരും, കൺസിഡറേഷൻ ഒക്കെ തരും. മാത്രമല്ല അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞാൻ നിങ്ങൾ പ്രൊജക്ട് തന്നെ ചെയ്യണം എന്ന് പറയുന്നില്ല. എളുപ്പപ്പണി അസൈൻമെന്റ് ആണ്, നോക്കി എഴുതിയാൽ മതി. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മാർക്ക് ചിലപ്പോൾ 15ഓ 14 കിട്ടുന്നല്ലാതെ
നമുക്ക് കൺസെപ്റ്റ് വൈസോ നമ്മൾ തന്നെ അറിവ് വർദ്ധിപ്പിക്കുകയോ ഒന്നും അതിൽ ചെയ്യുന്നില്ല. അതാണ് അതിന്റെ ഒരു ഫാക്ട്. ഇന്റേണൽ എക്സാമിനേഷൻ, നിങ്ങളുടെ സീരീസ് എക്സാംസുകൾ 2 ഉണ്ടാവും. അതിലെ 10 10 20 മാർക്കാണ് കിട്ടുന്നത്. നോക്കിയേ, 40 20 മാർക്ക് നിങ്ങളുടെ പഠനത്തിനാണ്. പിന്നെ ബാക്കിയുള്ള 20 15 നിങ്ങളുടെ അസൈൻമെന്റോ പ്രൊജക്റ്റോ, പിന്നെ അറ്റൻഡൻസ് വളരെ കുറച്ച് 5 മാർക്ക് മാത്രമേ ഉള്ളൂ. ഈ 40 നിങ്ങൾ 26 സ്കോർ ചെയ്യണം. അതായത് 15ഉം 5ഉം നിങ്ങൾ റെഗുലർ ആയിട്ട് കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 20 കിട്ടും. പിന്നെ ബാക്കി 20 6 കിട്ടിയാൽ മതി നിങ്ങൾ സേഫ് ആവാൻ. എന്നിട്ടും നിങ്ങൾ സേഫ് അല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അക്കാഡമിക്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. ഇത് എന്റെ സബ്ജക്ട് മാത്രമല്ല, പൊതുവെ എല്ലാ സബ്ജക്റ്റിനും ഇപ്പൊ ഇതാണ് ഓറിയന്റേഷൻ. ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരിക, പിന്നെ പറഞ്ഞ സമയത്തിന് അസൈൻമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 20 ഇവിടെ കിട്ടും. ഓക്കെ, പിന്നെ 26 കിട്ടാൻ 6 മാർക്ക്, 20 വെറും 6 മാർക്ക് കിട്ടിയാൽ മതി. ആ 6ഉം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലോ നിങ്ങൾ പഠനത്തിൽ എവിടെയോ ഒരു ട്രാക്ക് തെറ്റുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇന്റേണൽ ഒരിക്കലും 26 താഴെ ആവരുത്. എന്റെ പേഴ്സണൽ അഭിപ്രായം ഇറ്റ് ഷുഡ് ബി അബൌട്ട് 35. നിങ്ങൾ അറിയുന്ന മാഷന്മാരെടുത്ത ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ പഠിപ്പിച്ചെന്താണോ അത് വെച്ചിട്ടുള്ള സീരീസ് എക്സാംസ് ആണ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾ 35 കുറക്കരുത്. ഇനി 35 ചിലപ്പോ 35 ഒക്കെ കൂടുതലല്ലേ തോന്നും. വേണ്ട, 30ന്റെ താഴേക്ക് പോകരുത് നിങ്ങളുടെ ഇന്റേണൽ, ഒരിക്കലും പോകരുത്. 30ന്റെ താഴെ നിങ്ങളുടെ ഇന്റേണൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫ് അസസ് ചെയ്യാൻ എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഒക്കെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 4 മൊഡ്യൂളുകളാണ് നമുക്കുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ 4 മൊഡ്യൂൾ ആകുമ്പോൾ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ പാർട്ട് എയില് 3 മാർക്കിനാണ് ചോദ്യം. 8 ക്വസ്റ്റ്യൻസ് 3 മാർക്കിനാണെങ്കിൽ 24 മാർക്ക് അവിടെ വരും. ഓക്കെ, 60 24 മാർക്ക് ഇവിടെ വരുന്നത്. എസ് എ പാർട്ടിലാകുമ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ആയിട്ടായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ABC എന്നൊക്കെ പറഞ്ഞു. മാക്സിമം 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യന് ഉണ്ടാവുന്ന മാർക്ക് 9 ആണ്. അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എഴുതിയാൽ 36 മാർക്ക്. 60ന് 36ഉം 24. പാർട്ട് എയും പാർട്ട് ബിനും ഏതാണ്ട് ഒരേപോലത്തെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ജയിക്കാന് എൻഡ് സെമസ്റ്റർ എക്സാമിന് 24 മാർക്കാണ് വേണ്ടത്. പാർട്ട് എയിൽ 24 ഉണ്ട്, പാർട്ട് ബിയിലും 24 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് ഉണ്ട്. ദോ പാർട്ട് ബിക്ക് ഒരു 12 മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിലും ഏതാണ്ട് ഒരു ആവറേജ് പോലെ. പണ്ട് അങ്ങനെയല്ല, പാർട്ട് ബിക്ക് വളരെയധികം മാർക്ക് 70 മാർക്കും പാർട്ട് എക്ക് 30 മാർക്ക് വരുന്നുണ്ട്. അപ്പൊ പാർട്ട് എ എഴുതാതെ പാർട്ട് ബി മാത്രം ഫുൾ ചെയ്ത് ഒരാൾ ജയിക്കുന്നു. അപ്പോൾ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പാർട്ട് എക്കും പാർട്ട് ബിക്കും എന്താണ് ഒരേപോലത്തെ ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ 4 മൊഡ്യൂൾസിൽ ഒന്നാമത്തെ മൊഡ്യൂൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ വളരെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. ബേസിക് കൺസെപ്റ്റുകളാണ്. എന്താണ് തെർമോഡൈനാമിക്സ്, എന്താണ് ഹീറ്റ്, എന്താണ് വർക്ക്, എന്താണ് ടെമ്പറേച്ചർ. ഓക്കെ, അതിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിന്റെ 4 ലോസിലെ ഒരു ലോ ആണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ കുറച്ച് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഒക്കെ എന്താണ് സിസ്റ്റം, എന്താണ് പ്രോപ്പർട്ടീസ്, എന്താണ് സൈക്കിൾ, പ്രോസസ്സ്, സ്റ്റേറ്റ്, ഈക്വലിബ്രിയം. ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ സ്കൂൾ ലെവലിലോ അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, അതുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് മൊഡ്യൂൾ 1. നമുക്ക് വേണമെങ്കിൽ 2 പാർട്ട് കൊണ്ട് 2 വീഡിയോ പാർട്സ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് തീർക്കാം. ഒറ്റ സ്ട്രെച്ചിന് പോവാണെങ്കിൽ 5 മണിക്കൂറോ 4 മണിക്കൂറോ മതി ഈ ഒരു മൊഡ്യൂൾ തീർക്കാൻ. അത്രയും സിമ്പിൾ ആയിട്ടുള്ളതാണ്. എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടേണ്ട മൊഡ്യൂളാണ് മൊഡ്യൂൾ 1. അത്രയും സിമ്പിളാണ്. ഓക്കെ, മൊഡ്യൂൾ 2ലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. മൊഡ്യൂൾ 2 നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് മറ്റേ ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള എനർജി ബാലൻസ്. അതായത് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലോ നടക്കാത്ത പ്രോസസ്സുകൾ ഉണ്ടാവും. ഒഴുക്ക് നടക്കുക, ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യാം, ഒരു ഗ്യാസ് ഫ്ലോ ചെയ്യാം. അങ്ങനെ ഫ്ലോ ഒന്നും ചെയ്യാതെ നടക്കുന്ന ഒരു പ്രോസസ്സിൽ 5 ഡിഫറെന്റ് ടൈപ്പ് പ്രോസസ്സുകൾ ഉണ്ട്. അതിന്റെ വർക്ക് ഡണ്, അതിന്റെ ഇന്റേണൽ എനർജി, അതിന്റെ എൻതാൽപ്പി, അതിന്റെ ഹീറ്റ്, ഇന്റേണൽ എനർജി, ഇങ്ങനെ പലതിന്റെയും ഇക്വേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാണ്ട്. ഫ്ലോ നടക്കുന്ന വർക്കും
പിന്നെ നമുക്ക് പഠിക്കേണ്ട അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റഡി ഫ്ലോ പല കേസിൽ നോസിൽസ്, ഡിഫ്യൂസർ, വാൽവ്സ്, മിക്സിംഗ് ചേമ്പേഴ്സ്, നമ്മുടെ ടർബൈന്, കംപ്രസർ, ഇവിടെ ഒക്കെ ഫ്ലോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് എയർ വരുന്നു, എയർ പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് വരുന്നു, ലിക്വിഡ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഫ്ലോ നടക്കുന്ന സിസ്റ്റത്തിലുള്ള എനർജി ബാലൻസ് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് സെക്കൻഡ് മൊഡ്യൂള്. പിന്നെ ഇത് പണ്ട് കാലങ്ങളിൽ തേർഡ് മൊഡ്യൂൾ ഉള്ള ഭാഗമായിരുന്നു ഇത്. അതിപ്പോ കൊണ്ടുപോയിട്ട് സെക്കൻഡ് മൊഡ്യൂൾ ആക്കി, ഇതിന്റെ ബാക്കി കൊണ്ടുപോയിട്ട് തേർഡ് മൊഡ്യൂൾ ആക്കി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഷഫിൾ ചെയ്തേ ഉള്ളൂ. ഇത് തെർമൽ എനർജി റിസർവോയ്സ് എന്താ, ഹീറ്റ് എൻജിൻസ് എന്താണ്, ഹീറ്റ് എൻജിൻസ്, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ്, ഇത് മൂന്നും എന്താണെന്നും ഇതിന്റെ കമ്പാരിസണും അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഡെഫിനറ്റ്ലി നമ്മുടെ പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു സാധനമാണ് മൊഡ്യൂൾ 2. അപ്പൊ മൊഡ്യൂൾ 2 കുറച്ച് ലെങ്തിയർ ആണ്. മൊഡ്യൂൾ 1 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അധികം പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് രസകരമായിട്ട് അത് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. മൊഡ്യൂൾ 3 എത്തുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് രണ്ട് ആൾക്കാർ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. രണ്ടും സെക്കൻഡ് ലോനെ ഡിഫൈൻ ചെയ്യാണ്, പക്ഷെ രണ്ടും വ്യത്യസ്ത രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതെന്താണെന്നും അത് തമ്മിലുള്ള ബന്ധം എന്താണ്, അതിന്റെ ഇക്വലൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ കാർനോട്ട് സൈക്കിളും കാർനോട്ടിന്റെ റിവേഴ്സ് സൈക്കിളും നമ്മൾ പഠിക്കുന്നു. TDS റിലേഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ വർക്ക്, സെക്കൻഡ് ലോ എഫിഷ്യൻസി എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഞാനിതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് ഏതാണെന്നല്ല, കുറച്ചും കൂടെ ഡെപ്ത് കൂടിയതാണ് മൊഡ്യൂൾ 3 തെർമോഡൈനാമിക്സിന്റെ കേസിൽ. പിന്നെ വരുന്നത് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4ന്റെ ഈ ഭാഗം മുമ്പ് മൊഡ്യൂൾ 3 വന്നതായിരുന്നു. മൊഡ്യൂൾ 3ന്റെ ഒപ്പം വരുന്നത്, അതായത് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ, എൻട്രോപ്പി ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത്യാദി കാര്യങ്ങൾ. പിന്നെ ഇതിൽ എൻട്രോപ്പി ജനറേഷൻ പഠിക്കണം. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിക്കാണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇവിടെ പഠിക്കാനുള്ളത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പല പല ഗ്രാഫുകൾ ഉണ്ട്. ഇപ്പൊ TV ഗ്രാഫ്, PV ഗ്രാഫ്, PT ഗ്രാഫ്, മോളിയർ ചാർട്ട് എന്ന് പറയുന്നത് മറ്റൊരു ഗ്രാഫാണ്. അങ്ങനെ ഒരു 4-5 ഗ്രാഫുകൾ നമ്മൾ അവിടെ പ്യുവർ സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. വളരെ എളുപ്പമാട്ടോ. പ്യുവർ സബ്സ്റ്റൻസിന്റെ ക്ലാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് സമയം എടുക്കുന്ന, വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളത് ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യും. അത് മൊഡ്യൂൾ 4 എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ കോളേജിൽ എങ്ങനെയാണ് എടുക്കുന്നത് എനിക്കറിയില്ല. അതൊരു വളരെ രസകരമായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ 3 hour കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ഫുൾ പ്യുവർ സബ്സ്റ്റൻസ് നമുക്ക് തീർക്കാൻ പറ്റും. വളരെ രസകരമായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതിൽ വരുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഈ ലാസ്റ്റ് കാണിച്ചുള്ള ഈ പോയിന്റ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസിന്റെ കംപ്രസിബിലിറ്റി, വാണ്ടർവാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇതൊക്കെ മറ്റൊരു മൊഡ്യൂൾ ആയിരുന്നു. അതെന്ത് ചെയ്തു ഇവര്, മൊഡ്യൂൾ 5 ഉള്ളത് 4 ആക്കി എന്ന് പറയുമ്പോൾ 4ത്തെ കുറച്ച് പീസ് എടുത്തിട്ട് ഇവിടെ ഇട്ടു, മൊഡ്യൂൾ 4 ഇട്ടു. അപ്പൊ മുമ്പ് മൊഡ്യൂൾ 4 ഉണ്ടായിരുന്ന കുറച്ച് പീസ് കൊണ്ടേ മൊഡ്യൂൾ 3 ഇട്ടു, 3 ഉണ്ടായിരുന്ന കുറച്ച് കൊണ്ട് 2 ഇട്ടു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. പക്ഷെ എന്നിരുന്നാലും ചില ഏരിയകളിൽ അവർ കുറച്ചിട്ടുണ്ട്. ചില അൺവാണ്ടഡ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ഏരിയാസ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു, അത് അവര് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിലെ ഓരോ മൊഡ്യൂളിന്റെയും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഇപ്പൊ മൊഡ്യൂൾ 1 ഏറ്റവും ബേസിക് ആയ തെർമോഡൈനാമിക്സിന്റെ കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. മെയിൻ ആയിട്ട് മൊഡ്യൂൾ 1 നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ടെമ്പറേച്ചർ മെഷർമെന്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ അതേപോലെ നമ്മൾ ബേസിക് ആയിട്ട് റെഫ്രിജറേറ്റേഴ്സ്, എയർ കണ്ടീഷണേഴ്സ്, എൻജിൻസിനെ കുറിച്ചിട്ട് വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നുള്ളൂ. രണ്ടാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ലോ ആൻഡ് എനർജി ട്രാൻസ്ഫർ. ഈ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എല്ലായിടത്തും ആപ്ലിക്കേഷൻ വരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് പല സ്ഥലത്തും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ക്ലോസ്ഡ് സിസ്റ്റം, അത് നോൺ ഫ്ലോ പ്രോസസ്സുകളുണ്ട്, ഫ്ലോ പ്രോസസ്സും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് ഏരിയകൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പമ്പ്, കംപ്രസർ, ടർബൈന്, പിന്നെ നമ്മുടെ ത്രോട്ട്ലിംഗ് ഡിവൈസ്, ഹീറ്റ് ചേമ്പേഴ്സ്, മിക്സിംഗ് ചേമ്പേഴ്സ്, പല ആപ്ലിക്കേഷൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ലോ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മതി, എനർജി അനാലിസിസ് ഇൻ കാർ എൻജിൻസ്, കംപ്രസേഴ്സ്, ബ്ലോവേഴ്സ്, പവർ പ്ലാന്റ്സിൽ, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, കാൽക്കുലേഷൻ, ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. നമ്മൾ അത് ക്ലാസ് എടുക്കുമ്പോൾ കണ്ടന്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ സെക്കൻഡ് ലോവും എൻട്രോപ്പിയും. ഇപ്പൊ സെക്കൻഡ് ലോയില് കാര്യമായിട്ട് നമ്മൾ പഠിക്കുക, ഇപ്പൊ ഈ റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും ഹീറ്റ് എഞ്ചിനും ഒക്കെ വെച്ചിട്ടാണ് ആ സെക്കൻഡ് ലോയുടെ കൺസെപ്റ്റ് തന്നെ നമ്മൾ
പഠിക്കുന്നത്. അതായത് അവിടെ നമ്മൾ ശരിക്കും പഠിക്കുന്നത് എനർജിയുടെ ഒരു ക്വാളിറ്റിയാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഗ്ലാസ്സിൽ നല്ല ചൂട് ചായ കൊണ്ടിട്ട് നമ്മളിപ്പോ ഈ റൂമിൽ ഞാൻ ഇവിടെ വെക്കും. ഇപ്പൊ ഇവിടെ AC ഉണ്ട്, നല്ല തണുപ്പുള്ള ഒരു റൂമാണ്. നല്ല ചൂട് ചായ ഞാൻ ഇവിടെ വെച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഈ ചായയിലുള്ള ചൂട് പുറത്തേക്ക് പോയിട്ട് പുറത്തത്തെ ടെമ്പറേച്ചർ പോലെ ഈ ചായ പച്ചവെള്ളത്തിനെ പോലെ ചൂടില്ലാതെ ആയി മാറും. ക്ലിയർ? അപ്പോ തിരിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് ഞാനിവിടെ ചായ വെച്ചിട്ട് എന്തുകൊണ്ട് എന്റെ ചുറ്റുവട്ടത്ത്, ഇപ്പൊ ഇവിടെ ഈ റൂമിൽ ടെമ്പറേച്ചർ സേ ലെറ്റ് ഇറ്റ് ബി 25 ഡിഗ്രി സെൽഷ്യസ് ആണ് വിചാരിക്കും. തണുപ്പാണ് അല്ലെ? കേരളത്തിലെ കാലാവസ്ഥ വെച്ചിട്ട് 25 എന്ന് പറയുമ്പോൾ കുറച്ച് തണുപ്പാണ്. എന്തുകൊണ്ട് ഈ റൂമിന്റെ ഉള്ളിലത്തെ ഹീറ്റ് കണ്ടന്റ് 25 ആണ്. ആ 25 എടുത്തിട്ട് ഈ ചായ ഒന്നുകൂടെ ഹീറ്റ് എന്തുകൊണ്ടാവുന്നില്ല, എന്നിട്ട് റൂം 22 ആക്കുന്നില്ല? അതിന്റെ കാരണം എന്താ? ആ കാരണങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 3 സെക്കൻഡ് ലോവുമായി ബന്ധപ്പെട്ട്, അതായത് എനർജിയുടെ ക്വാളിറ്റിയാണ് നമ്മൾ അവിടെ പഠിക്കുക. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുക, അതിന്റെ എക്സർജി, അവൈലബിൾ എനർജി എന്താന്നൊക്കെ. അവൈലബിൾ എനർജി സിലബസ് ഒഴിവാക്കി വളരെ കുറച്ച് ബേസിക് നമുക്ക് ടച്ച് ചെയ്തിട്ട് നമുക്ക് മൊഡ്യൂൾ 3 ആ കണ്ടന്റുകളാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത് പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ ഫേസ് ചേഞ്ച് നടക്കുമ്പോഴുള്ള അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഗ്രാഫ്, അതിനെ കുറിച്ചുള്ള വിശദീകരിച്ചിട്ടുള്ള പഠനം. അതോടൊപ്പം ആ സിലബസിന്റെ അവസാനം കൊണ്ടുപോയിട്ട് ഐഡിയൽ ഗ്യാസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ അപ്ലിക്കേഷൻ, ഇപ്പോൾ ഗ്യാസിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ്, LPG ടാങ്കിലൊക്കെ നമുക്ക് അതിന്റെ പ്രഷർ, ടെമ്പറേച്ചർ എങ്ങനെ കൺട്രോൾ ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. അതുപോലെ ഇപ്പൊ പ്യുവർ സബ്സ്റ്റൻസിലൊക്കെ ആകുമ്പോൾ, ഇപ്പൊ പ്യുവർ സബ്സ്റ്റൻസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഫേസ് ചേഞ്ച് വരും. ഇപ്പൊ വാട്ടർ ആണ്, ഒരു ഉദാഹരണത്തിന് വാട്ടർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ, വാട്ടർ സോളിഡ് ഫോമിലാകുമ്പോൾ ഐസാണ്, മെൽറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആവും, പിന്നെ വീണ്ടും ഹീറ്റ് എടുത്താൽ ഗ്യാസ് സ്റ്റേറ്റ് ആവും. അപ്പൊ അവിടെ ഫേസ് ചേഞ്ച് വരുമ്പോൾ അതിന് പ്രോപ്പർട്ടി ചേഞ്ചസ് കാര്യങ്ങൾ ഉണ്ടാവും, ഹീറ്റ് കണ്ടന്റിന്റെ ചേഞ്ചുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ടർബൈനിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫേസ് ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ എന്തൊക്കെയാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അപ്ലിക്കേഷൻ ലെവലില് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കില്ല, നമ്മൾ കണ്ടന്റ് മാത്രമേ പഠിക്കൂ. പക്ഷെ ഇവിടെ ഈ ഏരിയാസിലൊക്കെ അപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. ഈ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് മൊഡ്യൂൾ 4 കൂടെ കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾ ഇതിന്റെ അപ്ലിക്കേഷൻ വായിച്ചു നോക്കിക്കൊണ്ടു. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഈ കേസിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതായാലും എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ആ ഒരു ആഴക്കടലിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. കാരണം ഒരു സബ്ജക്ട് ചിലർക്ക് അത് എളുപ്പമാവോ, ചിലർക്ക് അത് ഡിഫിക്കൽട്ട് ആണോ, എന്താവും എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് അറിയാം, ഈ ആഴക്കടൽ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ മുങ്ങിത്തപ്പി എടുത്ത് കിട്ടുന്ന സ്വർണ്ണത്തോപ്പുകൾ അല്ലെങ്കിൽ ഇതിന്റെ മുത്തും പൗഴിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണ്. ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് പോയാലും എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ഉണ്ടായിരിക്കും. ഈ സബ്ജക്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ആ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാംസിന് മുമ്പ് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് വലിയ ഡിഫിക്കൽട്ട് ഒന്നും ആവില്ല, വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ഈ സെക്കൻഡ് ഇയറിൽ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പോവുക 2 കൊല്ലം കൂടെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ പോവുക. അപ്പോഴേക്ക് ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അതാണ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് സപ്ലി നന്നായിട്ട് അടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ വിത്ത് പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് വിത്ത് പ്രോപ്പർ മെറ്റീരിയൽസ് നമുക്ക് സുന്ദരമായിട്ട് പാസ്സാവാൻ പറ്റുന്ന വളരെ രസകരമായ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഏതായാലും നമുക്ക് ചാപ്റ്ററുകൾ തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കൂടുതൽ കാണാം. സോ സീ ഓൾ ഫ്രം ദി മൊഡ്യൂൾ 1 പാർട്ട് 1. താങ്ക് യു.